ഏവർക്കും നമസ്കാരം. ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവർക്കും ജനസംഗമത്തിലേക്ക് സുസ്വാഗതം. ജനസംഗമം എന്ന പൊതുയോഗം ഔദ്യോഗികമായി അതിലേക്ക് കടക്കും മുമ്പ് 2020 ബോർഡ് മെമ്പേഴ്സും ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ജനസംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോവുകയാണ്. ആദ്യമായി ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന കൺവീനർ, നമുക്കേവർക്കും സുപരിചിതനായ PC സിറിയക് സർ, മുൻ റിട്ടയർഡ് IAS ഓഫീസറാണ്. ആം ആദ്മി പാർട്ടിയുടെ ജീവസാണ്. PC സിറിയക് സാറിനെ ജനസംഗമത്തെ അഭിസംബോധന ചെയ്ത് സ്വാഗതം ചെയ്യാനായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്റ്റേജ് ഈസ് യുവേഴ്സ് സർ. ഇവിടെ ഒരു മഹാസമുദ്രം പോലെ വന്നു ചേർന്നിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെയും 2020യുടെയും വോളണ്ടിയർമാരായ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം, അതിൻ്റെ ആദ്യ പടി കുറിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് ഞാൻ കരുതുകയാണ്. പണ്ട് മാവോ സേതുങ് പറഞ്ഞു, 10,000 മൈലുള്ള ഒരു യാത്ര പോലും തുടങ്ങുന്നത് ഒരു കാലെടുത്ത് വെച്ചാണ്, ഒരു സ്റ്റെപ്പ്. എ 1000 മൈൽ ജേർണി ബിഗിൻസ് വിത്ത് 1 സ്റ്റെപ്പ്. അപ്പോൾ ഇത് 1000 മൈലുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയുടെ ആദ്യത്തെ പടി ഇന്ന് നമ്മൾ എടുത്തു വയ്ക്കുകയാണ്. എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം? ഇത് ഒരു പുതിയ രാഷ്ട്രീയം കേരളീയ ജനതയുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള യജ്ഞമാണ്. ഇത്രയും നാൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് വർഷം 75 ആകുന്നു. ഈ കാലഘട്ടം മുഴുവൻ സാധാരണ രാഷ്ട്രീയം നമുക്ക് പരിചയപ്പെട്ടത് നേതാക്കന്മാർ വരുന്നു, ആ നേതൃത്വം, ആ നേതാവിൻ്റെ ജോലി പൊതുജന സേവനം, അതുതന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ. സേവനം ചെയ്യുന്നു, പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നത് വരുമാന മാർഗമായി കരുതുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ യുഗമായിരുന്നു ഇത്രയും നാൾ നമ്മൾ കണ്ടത്. പറയത്തക്ക മുതൽ മുടക്കൊന്നും ഇല്ലാതെ വൻപിച്ച ലാഭം നേടാനും വലിയ സമ്പത്ത് നേടാനുമുള്ള എളുപ്പവഴി, ഏറ്റവും നല്ല ബിസിനസ് രാഷ്ട്രീയം. കാരണം അഴിമതി, എല്ലാ കാര്യത്തിലും സുതാര്യതയില്ലാതെ നമുക്കെന്ത് കിട്ടും എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലി. ഈ ശൈലിക്ക് അവസാനം ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഡൽഹിയിൽ ശ്രീ അരവിന്ദ് കേജ്രിവാൾ ഒരു പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ച് കാണിച്ചു തന്നു. അദ്ദേഹം പറഞ്ഞതെല്ലാം പലരും വിശ്വസിച്ചില്ല. പക്ഷേ ആദ്യം ഭരണം 49 ദിവസം കിട്ടിയപ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ പ്രധാനമായവ മിക്കതും നടപ്പിലാക്കി കാണിച്ചു. അങ്ങനെ രണ്ടാമത് വീണ്ടും തിരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ 70-ൽ 67 സീറ്റും കിട്ടി വൻപിച്ച വിജയം നൽകി ജനങ്ങൾ അദ്ദേഹത്തെയും ഈ പ്രസ്ഥാനത്തെയും അനുഗ്രഹിച്ചു. അങ്ങനെ ഈ പ്രസ്ഥാനത്തിന് ചിതപ്രതിഷ്ഠയായി. പിന്നെ ഡൽഹിയിൽ നടന്ന മറ്റൊരു തിരഞ്ഞെടുപ്പിലും 70-ൽ 63 സീറ്റ് നേടി വിജയം ആവർത്തിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ സംരക്ഷണ രംഗത്തുമെല്ലാം വിപ്ലവകരമായ മാറ്റങ്ങളാണ് വന്നത്. ഡൽഹിയിലെ സ്വകാര്യ സ്കൂളുകളിൽ നിന്ന് TC വാങ്ങി, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങി സർക്കാർ സ്കൂളുകളിലേക്ക് കഴിഞ്ഞ കൊല്ലം വന്നവരുടെ എണ്ണം 2 ലക്ഷം കുട്ടികൾ. അതുപോലെ തന്നെ ആശുപത്രികളുടെ കാര്യം. ഇങ്ങനെ വിവിധ മേഖലകളിൽ അഴിമതി ഇല്ലാതാക്കി കഴിഞ്ഞപ്പോൾ ആ പണം മിച്ചപ്പെടുത്തി ജനങ്ങളുടെ നികുതി പണം ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഡൽഹിയിൽ അവതരിപ്പിച്ചു അദ്ദേഹം. ഈ സമ്പ്രദായം കേരളീയരുടെ മുൻപിലും പരിചയപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ 60 കൊല്ലമായി 2 മുന്നണികൾ മാറി മാറി ഭരിക്കുന്നു. ഒരു വശത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF, മറുവശത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള LDF.
ഈ രണ്ട് കൂട്ടരും മാറി മാറി ഭരിച്ച് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും അപജയം മാത്രമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് കാർഷിക വൃത്തിയാണെങ്കിലും, കാർഷിക വൃത്തിയുടെ കാര്യം പറയുമ്പോൾ കേരളം പഴയ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഉടമയാണ് കേരളം. ഒന്നാം തരം ഫലഭൂയിഷ്ഠമായ മണ്ണ്, ഇടവപ്പാതിയും തുലാവർഷവുമായി ആവശ്യത്തിന് വെള്ളം, മഴ. മൂന്നാമത് 12 മണിക്കൂറും സൂര്യപ്രകാശം കിട്ടുന്ന 365 ദിവസവും ഉള്ള നാട്. പല രാജ്യങ്ങളിലും, പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം നമുക്കറിയാം ശൈത്യകാലത്ത് സൂര്യപ്രകാശം കിട്ടുന്നത് 5-6 മണിക്കൂറായിരിക്കും. ഇവിടെ 12 മണിക്കൂർ സൂര്യപ്രകാശം, ആണ്ടുവട്ടം മുഴുവൻ 365 ദിവസം. ഇപ്പോൾ സൂര്യപ്രകാശം, വെള്ളം, നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണ്, പിന്നെ അധ്വാനശീലരായ കർഷകർ, ഇതെല്ലാം കൂടെ കൂടിയപ്പോൾ കേരളം ഒരു വൻപിച്ച കാർഷിക സംസ്കാരത്തിൻ്റെ ഉടമയായി തീർന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താണ്? മുഴുവൻ തകർന്നു. തകർച്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നതല്ല. അതുപോലെ തന്നെ വ്യവസായം, കേരളത്തിൽ വിജയകരമായി നടക്കാവുന്ന വ്യവസായങ്ങൾ വിരലിലെണ്ണാവുന്നത്. നമ്മുടെ സാബുവിൻ്റെ കിറ്റക്സ് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. വളരെ ലാഭകരമായി നടന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എന്ന് പറയാവുന്ന ഉൽപ്പാദന പ്രക്രിയ നടക്കുന്ന സ്ഥാപനങ്ങൾ ഇതുപോലെ വളരെ അപൂർവമാണ് കേരളത്തിൽ. വളരെ ഏതാണ്ട് അസാധ്യമായ നിശ്ചയദാർഢ്യവും കഠിന പ്രയത്നമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലൊരു സ്ഥാപനം ശരിയായ നിലയിൽ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇക്കാര്യം കേരളത്തിൽ മിക്ക വ്യവസായങ്ങളും തകർന്നു. പുതിയ സംരംഭങ്ങൾ വരുന്നുണ്ടോ? അതുമില്ല. പുതിയ സംരംഭങ്ങൾ വരാൻ വേണ്ടി തടുക്കുന്ന സംഗതി എന്താണ്? സംരംഭകരെ വിരട്ടി ഓടിക്കുന്ന നോക്കുകൂലി എന്ന സമ്പ്രദായം. സംരംഭകർ എന്തെങ്കിലും സ്ഥാപിക്കാൻ വന്നാൽ, അവിടെ 4 പേർക്ക് തൊഴിൽ കൊടുക്കാൻ തയ്യാറായാൽ അയാളെ മൂരാച്ചിയായിട്ടും ചൂഷകനായ മുതലാളിയായിട്ടും മുദ്രകുത്തി പറഞ്ഞു ഓടിക്കുകയാണ് ചെയ്യുന്നത്. കേരളീയർ പോലും സംരംഭക കഴിവുള്ളവർ, മികവുള്ളവർ, അവർ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക്, തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ചേക്കേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യവസായമില്ലാത്തതുകൊണ്ട് തൊഴിലില്ല, തൊഴിലവസരങ്ങളില്ല. തൊഴിലവസരങ്ങളില്ലാത്തതുകൊണ്ട് ചെറുപ്പക്കാരെന്ത് ചെയ്യുന്നു? അവർ വിദേശത്തേക്ക് കണ്ണും നട്ട് നിൽക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ കേരളത്തിൽ സുഖമായി ജീവിക്കാൻ നല്ല കാലാവസ്ഥ, നല്ല മഴ, എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടില്ലാത്ത ജീവിതം, ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒത്ത് സന്തോഷകരമായി ജീവിതം കഴിക്കാനുള്ള സാധ്യത, ഇതെല്ലാം ഉപേക്ഷിച്ച് വിദേശ നാടുകളിലേക്ക് യാത്ര ചെയ്യാൻ നിർബന്ധിതരാകുന്നു നമ്മുടെ ചെറുപ്പക്കാർ. കാരണം ഇവിടെ തൊഴിലവസരങ്ങളില്ല. ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നയങ്ങൾ മാറ്റണം. അതിനുവേണ്ടി നയങ്ങൾ മാറ്റണം. നമ്മുടെ UDF, LDFും ഈ നോക്കുകൂലിക്കെതിരല്ല. എല്ലാവരും പറയുന്നു നോക്കുകൂലി മാറണം. മുഖ്യമന്ത്രി പറയുന്നു നോക്കുകൂലി നിയമവിരുദ്ധമാണ്. ഹൈക്കോടതി ജഡ്ജി നിയമം പാസ്സാക്കുന്നു, ജഡ്ജ്മെൻറ്റ് വിധിന്യായം എഴുതുന്നു, നോക്കുകൂലി നിയമവിരുദ്ധമാണ്. പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. പഴയ പോലെ തന്നെ ഇവിടെ നടക്കുകയാണ്. ഒന്നും മാറുന്നില്ല. മാറ്റം വരണമെങ്കിൽ നിശ്ചയദാർഢ്യമുള്ള ആളുകൾ വരണം. ആം ആദ്മി പാർട്ടിയും 2020യും ഇതുപോലുള്ള പുതിയ രാഷ്ട്രീയ ശൈലിയുടെ ഉടമകളായ ആളുകൾ, അവർ മുൻപോട്ട് വരണം. അപ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ നിവൃത്തിയുള്ളൂ. പിന്നെ മറ്റു കാര്യങ്ങൾ, സാധാരണ ഒരു സമ്പദ് വ്യവസ്ഥയുടെ 3 ഘടകങ്ങൾ. ആദ്യത്തെ ഘടകം നമുക്കറിയാം, കൃഷി. രണ്ടാമത്തേത് വ്യവസായം. മൂന്നാമത്തേത് സേവന മേഖല. സേവന മേഖലയുടെ കാര്യം എടുത്താൽ വിദേശങ്ങളിലുള്ള നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചെറുപ്പക്കാർ, അവർ പണി ചെയ്ത് വിയർപ്പൊഴുക്കി മിച്ചം വെക്കുന്ന കാശ് ഇങ്ങോട്ട് അയച്ചു തരുന്നു. നമ്മളിവിടെയുള്ളവർ അടിപൊളിയായിട്ടത് ജീവിച്ച് ചിലവാക്കുന്നു. അങ്ങനെ നമ്മുടെ സേവന മേഖലയിൽ കുറേ തൊഴിലവസരങ്ങൾ ഇന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് എത്ര നാൾ നിൽക്കും? വിദേശങ്ങളിൽ എന്തെങ്കിലും തലവേദന ഉണ്ടായാൽ നമുക്കിവിടെ പനി വരും, തുമ്മൽ വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നയം മാറ്റങ്ങളും അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ വ്യത്യാസങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തെ സ്പർശിക്കുന്ന ദയനീയമായൊരു സ്ഥിതി ഇവിടെ കാണുന്നു. ഇതിനെല്ലാം മാറ്റം വരണം. നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാന കാര്യം ഇവിടുത്തെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക കാര്യക്ഷമതയില്ലായ്മയുമാണ്. നമുക്കറിയാം, ഇന്ന് കേരളം
3.5 കോടി ജനങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ നമ്മുടെ കടം, കേരളത്തിൻ്റെ കടം എത്രയാണ്? 3.5 ലക്ഷം കോടി. അതായത് ഓരോരുത്തരുടെയും തലയിൽ 1 ലക്ഷം രൂപയുടെ കടമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് തന്നെ. ഇത്തരത്തിലുള്ള ദയനീയമായ സാഹചര്യങ്ങളെല്ലാം മാറണമെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ നിലപാടുകൾ മാറണം. സർക്കാരിൻ്റെ നിലപാടുകൾ മാറണമെങ്കിൽ സർക്കാർ നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നയങ്ങൾ മാറണം. അത് ഇന്ന് സർക്കാർ നയിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നയങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. ഇവരെല്ലാം പഠിച്ചതേ പാടൂ, ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ നേരെ മറിച്ച് ആം ആദ്മി പാർട്ടിയോ 2020യോ നമ്മുടെ ഈ കക്ഷികളെല്ലാം തമ്മിൽ എന്തെങ്കിലും ഒരു സഖ്യം പോലെ ഉണ്ടായി ഒന്നിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പുതിയ രാഷ്ട്രീയത്തിൻ്റെ പ്രണേതാക്കൾ തീർച്ചയായിട്ടും നമുക്ക് കുറേ കൂടെ ശക്തി ആർജിക്കാൻ കഴിയും. കേരളത്തിലെ ജനങ്ങളുടെ മുൻപിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനും സത്യസന്ധമായി കാര്യങ്ങളുടെ സ്ഥിതി ജനങ്ങളെ ഉണർത്താനും അങ്ങനെ അവരെ ബോധവാന്മാരാക്കി പുതിയ രീതിയിൽ ചിന്തിക്കാനും ഒരു മാറ്റത്തിന് വേണ്ടി ദാഹിക്കാനും അവരെ പഠിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഞങ്ങൾ ആം ആദ്മി പാർട്ടിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം 2020യുടെ പഞ്ചായത്ത്, കിഴക്കമ്പലം പഞ്ചായത്തിലും അടുത്തുള്ള 3-4 പഞ്ചായത്തുകളിലും അവരുടെ പ്രവൃത്തി, അവർ കാണിച്ചു തന്ന മാതൃക തീർച്ചയായിട്ടും വളരെയധികം ആവേശം നൽകുന്നതാണ്. വളരെയധികം പ്രചോദനാത്മകമായ മാതൃകയാണ് ശ്രീ സാബു ജേക്കബ് കൂട്ടർ ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയും ഇതുപോലെ തന്നെ നമ്മുടെ പ്രധാന ഫോക്കസായിട്ട് വെച്ചിരിക്കുന്നത് 3 കൊല്ലം കഴിഞ്ഞ് വരാനുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ഇതിപ്പോൾ 2022 ആണ്ടാണ്. 2025 ആണ്ടിലാണ് നമ്മുടെ അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾ. ഈ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും നല്ല ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി നമ്മുടെ പാർട്ടിയുടെ ഘടകങ്ങൾ ജില്ലാതലം കഴിഞ്ഞ് നിയോജകമണ്ഡലം കഴിഞ്ഞ് നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗങ്ങളായ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും അതിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ വാർഡുകളിൽ കൂടെ എത്തും ഇനിയും 1-2 മാസങ്ങൾക്കകം. വാർഡുകൾ കേരളത്തിൽ നമുക്കറിയാം ഏതാണ്ട് 1050ഓളം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി എല്ലാമായിട്ട് 1100-ൽ താഴെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാമായിട്ട് 20,000 വാർഡുകളുണ്ട്. ഈ 20,000 വാർഡുകളിൽ ഏതാണ്ട് 33,000 പോളിംഗ് ബൂത്തുകളുണ്ട്. ഈ ഓരോ പോളിംഗ് ബൂത്തിലും നമ്മുടെ പാർട്ടിയുടെ കമ്മിറ്റി, അത് ആം ആദ്മി പാർട്ടി ആയാലും 2020 ആയാലും പുതിയ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ കക്ഷികളുടെ അടിത്തളത്തിലുള്ള സംഘടനകൾ, കമ്മിറ്റികൾ ഈ ഓരോ പോളിംഗ് ബൂത്തിലും കേന്ദ്രീകരിച്ച് തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ മാത്രമേ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് തന്നെ കേരളത്തിൻ്റെ ബഡ്ജറ്റിലെ വാർഷിക ബഡ്ജറ്റിൻ്റെ 40% ചെലവാക്കുന്നത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വഴിയായിട്ടാണ്. ഈ 40% വേണ്ട വിധത്തിൽ ചെലവഴിക്കുക, സത്യസന്ധമായി ചെലവഴിക്കുക, സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെ അതിൻ്റെ കോൺട്രാക്റ്റുകളും മറ്റും നിർണ്ണയിക്കുക, അതൊക്കെ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ മാത്രമേ ഈ പണം ചോർന്നു പോകാതെ ചില ഇടനിലക്കാരുടെ കീശകളിൽ അകപ്പെടാതെ ജനങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ പഞ്ചായത്തുകൾ വഴിയായിട്ടുന്ന ഒരുപാട് വ്യക്തിഗത പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഓരോ വ്യക്തികൾക്കും ഗുണം കിട്ടുന്ന പദ്ധതികൾ അത് കൃഷിഭവൻ്റെ മേഖലയിലും കൃഷിഭവൻ്റെ കീഴിലും നടത്തുന്നു, പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടത്തുന്നു. വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു ഫോക്കൽ പോയിൻ്റായിട്ട് പഞ്ചായത്താണ് നിൽക്കുന്നത്, പഞ്ചായത്തിൻ്റെ വാർഡ്. അപ്പോൾ ഈ വാർഡ് തലത്തിൽ നമ്മുടെ പ്രവർത്തകർ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചാൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇന്ന് അർഹതയുള്ളവർക്ക് പലർക്കും കിട്ടുന്നില്ല. പാർട്ടിക്കാർ ഭരണകക്ഷിയുടെ ആൾക്കാർക്ക് മാത്രം കിട്ടുന്നു. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിൽ ചെല്ലുക, അവിടുത്തെ ഉദ്യോഗസ്ഥനെ കണ്ട് പരിചയപ്പെടുക. അതുപോലെ തന്നെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥൻ, പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പഞ്ചായത്ത് സെക്രട്ടറി, ഇങ്ങനെയുള്ളവരെ എല്ലാം നമ്മുടെ വാർഡ് തല പ്രവർത്തകർ പോയി നേരിട്ട് കണ്ട് എന്തൊക്കെ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാനുള്ള യോഗ്യത അംശങ്ങൾ എന്തൊക്കെയാണ്, യോഗ്യതയ്ക്കായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കുറേ അധികം അർഹതയുള്ളവർ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. അർഹതയുള്ളവർക്ക് കിട്ടുന്നില്ല, അർഹതയില്ലാത്തവർക്ക് പലതും കൊടുക്കുന്നു. അപ്പോൾ അർഹതയുള്ളവർ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവരായ ആളുകളെ കണ്ട് അവർക്കുള്ള അർഹതയുടെ കാര്യം അവരെ ബോധ്യപ്പെടുത്തി നാം ഇങ്ങോട്ട് നാം അവരുടെ കേസ്
ഗ്രാമസഭയിലും ജനസഭയിലും വാർഡ് കമ്മിറ്റിയിലുമെല്ലാം അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ അധികം പിന്തുണ നമുക്കവിടെ ആർജിച്ചെടുക്കാൻ കഴിയും. സത്യസന്ധരായ ന്യായയുക്തമായ രീതിയിൽ നമ്മുടെ വോളണ്ടിയർമാർ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി 3 വർഷം പ്രവർത്തിച്ചാൽ 3 കൊല്ലം കഴിഞ്ഞ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. അവർ തന്നെ സ്ഥാനാർത്ഥികളായി വന്നാൽ തീർച്ചയായിട്ടും ജനങ്ങൾ മറക്കാൻ പോകുന്നില്ല, വോട്ട് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ പഞ്ചായത്തിലെ 20,000 വാർഡുകളിൽ ഒരു 5,000 6,000 വാർഡിലെങ്കിലും ജയിച്ചാൽ 6 മാസം കഴിഞ്ഞ് 2026 സംസ്ഥാന നിയമസഭയിലേക്ക് പൊതുതെരഞ്ഞെടുപ്പ് വരികയാണ്. ആ പൊതുതെരഞ്ഞെടുപ്പിൽ ഇതാ 30% വോട്ട് ഷെയർ പഞ്ചായത്തിൽ നേടിക്കഴിഞ്ഞു. ഇനി ഞങ്ങളിതാ 140 മണ്ഡലങ്ങളിലും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ സ്ത്രീകളെയും പുരുഷന്മാരെയും സ്ഥാനാർത്ഥികളായി നിർത്തുന്നു. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും ഇതൊരു വയബിൾ ഓൾട്ടർനേറ്റീവാണ്. കഴിഞ്ഞ 40-50 വർഷങ്ങളായി UDF-നും LDF-നും മാറി മാറി വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഇഷ്ടപ്പെട്ടിട്ടല്ല, അവരുടെ പ്രകടനം തൃപ്തികരമായതുകൊണ്ടല്ല, വേറെ വഴിയില്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയും. അതുപോലെ തന്നെ ലെസ്സർ ഈവിൾ, രണ്ടും ഈവിളാണ്. പക്ഷെ ലെസ്സർ ഈവിൾ ആരാണ്? ഈവിൾ അല്ലാത്തവരാരും ഇല്ല. അതുകൊണ്ട് ലെസ്സർ ഈവിളിന് വോട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ആ സ്ഥിതിക്കൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ കാണുന്നവരെല്ലാം പറയുകയാണ് ഈ മാറ്റം വേണം, നിങ്ങളുടെ പാർട്ടി ഉണരണം, പ്രവർത്തിക്കണം, സജീവമാകണം, എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കണം, ജയിക്കണം, മാറ്റം ഞങ്ങൾക്ക് വേണം. അപ്പം അവരുടെ ഈ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. അത് സാധിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ മനസ്സിൽ ഈ ആശ ഉണ്ടായാൽ മാത്രം പോരാ. മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന ഈ ആശ, മൈൻഡ് സെറ്റിലുണ്ടാകുന്ന ഈ മാറ്റം, അത് പോളിംഗ് ബൂത്തിലെ വോട്ടുകളായി മാറ്റണം. അത് വോട്ടുകളായി മാറ്റണമെങ്കിൽ വെറും ആഗ്രഹം മാത്രം പോരാ, നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണം. സത്യം പറഞ്ഞാൽ ഈയിടെ തൃക്കാക്കര മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന ചോദ്യം ഞങ്ങളിൽ പലരും നേരിടേണ്ടി വന്നു. അതിൻ്റെ ഒരു കാരണം ഞങ്ങളന്ന് പറഞ്ഞത്, നമ്മുടെ പാർട്ടിയുടെ ദേശീയ നയം പാർട്ടി അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ 1, 2, 3 സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പായിരിക്കും. ഇവിടെ തൃക്കാക്കരയിൽ നടന്നത് 140 ഒരേ ഒരു സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്. അത് ജയിച്ചാൽ പോലും എന്ത് പ്രയോജനം? ഭരണത്തിലോ അതിൻ്റെ ഭരണത്തിൻ്റെ നയത്തിലോ സർക്കാരിൻ്റെ നയത്തിലോ നിർണായകമായ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഈ ഒരു സീറ്റ് വിജയം കൊണ്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ആ നയം നമ്മൾ പൊരുതുന്നത് അധികാരത്തിലേറാൻ വേണ്ടി. അധികാരത്തിലേറാൻ സൗകര്യം കിട്ടുന്നത് എപ്പോഴാണ്? ഉപതെരഞ്ഞെടുപ്പിലൂടെ അല്ല, പൊതുതെരഞ്ഞെടുപ്പിൽ. എല്ലാ മണ്ഡലത്തിലും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, കേരളത്തിലെ 140 മണ്ഡലത്തിലും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച് ഭരണത്തിലെത്തി, ഭരണം ആസ്വദിക്കാനല്ല, അധികാരം ആസ്വദിക്കാനല്ല, കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള അവസരം കിട്ടാൻ വേണ്ടി. അങ്ങനെ വാഗ്ദാനങ്ങൾ നിറവേറ്റി ജനങ്ങൾക്ക് ഇത്രയും നാളും കിട്ടാതിരുന്ന ഒരു കാര്യം ഇപ്പോഴെങ്കിലും കിട്ടും എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇതിനുവേണ്ടിയാണ് നമ്മുടെ ശ്രമം. അതുകൊണ്ട് അടുത്ത പൊതു തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും, അതിന് മുൻപുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും, അതിന് തൊട്ട് മുൻപുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ്, 2024 ലോക്സഭ, 25 പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ്, 26 നിയമസഭ. ഈ 3 തിരഞ്ഞെടുപ്പുകളുമാണ് നമ്മുടെ മണ്ണിൽ മുഖ്യ ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ കാണുന്നത്, ഫോക്കസായിട്ട് കാണുന്നത്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞ രീതിയിൽ വാർഡ് തലത്തിൽ സജീവമായി നമ്മുടെ പ്രവർത്തകർ എല്ലാവരും ഇറങ്ങും. അപ്പോൾ എല്ലാവരും, പ്രവർത്തകരും അല്ലാത്തവരുമായ ആളുകൾ ഇവിടെയുണ്ട്, നമ്മുടെ അനുഭാവികളുണ്ട്, മാറ്റത്തിന് വേണ്ടി ഉത്കടമായ ആഗ്രഹം മനസ്സിൽ പുലർത്തുന്നവരുണ്ട്. ഇവരെല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2024, 25, 26 എല്ലാം കേരളത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ഇതിന് നടക്കും. പഞ്ചാബിൽ 117 92 കിട്ടിയതുപോലെ, ഡൽഹിയിൽ 2015 70 67 കിട്ടിയതുപോലെ, 2020 70 63 കിട്ടിയതുപോലെ വൻ വിജയം കേരളത്തിൽ നേടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഈ ഇത്തരത്തിലുള്ള ഈ വൻവിജയം നേടാനുള്ള 1000 മൈൽ നടത്തയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മളിവിടെ ഇന്ന് വെക്കുന്നത്. 2020-യും ആം ആദ്മി പാർട്ടിയും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. ഈ സാഹചര്യം
ഞാൻ ഈ പറഞ്ഞ തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ശ്രീ സാബു ജേക്കബിനോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ജനസംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ 2020 പാർട്ടിയുടെ ബോർഡ് മെമ്പർ ഡോക്ടർ തെറിത് തോമസിനെ ക്ഷണിക്കുന്നു. എത്രയും പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയ ജനസമൂഹമേ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് മെയ് 15, 2022 ഒരു ചരിത്ര ദിവസമാവുകയാണ്. ഒരു നല്ല മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്നിവിടെ നടക്കുന്നത്. സമാന ചിന്താഗതിയുള്ള രണ്ട് വിഭാഗങ്ങളുടെ ഒത്തുചേരൽ. ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ സമ്പദ്ഘടന ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു? രാഷ്ട്രീയ കൊലപാതകങ്ങൾ, സ്ത്രീ സുരക്ഷയില്ലായ്മ, വിലക്കയറ്റം, അങ്ങനെ നമ്മുടെ മുമ്പിൽ അനിശ്ചിതാവസ്ഥ ഒരു നീണ്ട നിരയായി തന്നെ നിൽക്കുകയാണ്. നമ്മുടെ തലമുറയ്ക്ക് മാത്രമല്ല, വരും തലമുറയ്ക്ക് പോലും പ്രതീക്ഷ നൽകുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം ഇന്നിവിടെയില്ല. ഇവിടെയാണ് നമ്മുടെ മാറ്റം വേണ്ടത്. ഒരു സ്വപ്നതുല്യമായ അഴിമതിരഹിതമായ ഭരണത്തിന് ഉദാഹരണമായി നമ്മുടെ മുന്നിൽ ഇവിടെ കേരളത്തിൽ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളാണെങ്കിൽ ഇന്ത്യയിൽ അത് AAP ഭരിക്കുന്ന ഡൽഹിയും പഞ്ചാബും മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കിഴക്കമ്പലത്തിന്റെ മണ്ണിൽ 2020യും AAPയും ഒത്തുചേരുവാൻ ഇടയായതും അതിന് ഇത്ര പ്രസക്തിയും നേടിയത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ അവസ്ഥയിൽ എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ചിലർ മാറ്റം കണ്ട് അന്തം വിട്ടു നിൽക്കുന്നു. ചിലർ മാറ്റത്തിനോടൊപ്പം മാറും. ചിലർ മാറ്റത്തിന് കാരണമാകും. അതെ, നമ്മൾ മാറ്റം ഉണ്ടാക്കേണ്ടവരാണ്. റഷ്യൻ വിപ്ലവം മുതൽ സ്വാതന്ത്ര്യ സമരം വരെ മുഴങ്ങിക്കേട്ടതാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളാൽ നമ്മളാൽ നമുക്ക് തന്നെ ചെയ്യണമെന്ന്. നമുക്കും സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമുണ്ട്. നമ്മൾ സ്വപ്നമെന്ന് കരുതിയത് നടപ്പിലാക്കി സാക്ഷാത്കരിച്ച് കാണിച്ചു തന്നത് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളും AAP ഭരിക്കുന്ന ഡൽഹിയും പഞ്ചാബുമാണെന്ന കാര്യം മറന്നു പോകരുത്. ഇത് നമുക്കും വേണ്ടേ? ചിലർ അഴിമതി കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കും. ചിലർ അഴിമതിക്ക് എതിരെ പോരാടും. ചിലർ അഴിമതിക്ക് പരിഹാരം കാണും. അങ്ങനെയുള്ള രണ്ട് വ്യക്തിത്വങ്ങളുമാണ് ശ്രീ സാബു M. ജേക്കബും ശ്രീ അരവിന്ദ് കെജ്രിവാളും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പാർട്ടികളുടെയും ഒത്തുചേരൽ കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിലും ഒരു മാറ്റം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഒരു 2020യോ ഒരു AAPയോ ഒരു അരവിന്ദ് കെജ്രിവാളോ ഒരു സാബു M. ജേക്കബോ ഈ കേരളമോ ഇന്ത്യയോ നന്നാക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ആവട്ടെ എന്ന്. സോ ലെറ്റ് മീ ടെൽ യു, ബിഫോർ ടോക്കിംഗ് അബൌട്ട് യുവർ റൈറ്റ്സ്, യു ഹാവ് ടു തിങ്ക് അബൌട്ട് യുവർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇതൊരു മൂവ്മെന്റ് ആണ്. മഹാത്മാഗാന്ധി ആരംഭിച്ചതുപോലെ ഒരു രാഷ്ട്രീയ സംശുദ്ധീകരണത്തിന്റെ മുന്നോടിയായി നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണം. നമ്മുടെ അവകാശമാണ്. നമ്മുടെ രാഷ്ട്രത്തിന് നമ്മളെ ആവശ്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു യെസ് വരാനിരിക്കുന്ന പല തലമുറകളുടെയും വലിയ മാറ്റമാകുമെന്ന് ഞാൻ പറയുന്നു. ഇഫ് there is a will, there is a way എന്നല്ല, if there is a will, there is a highway എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളുടെ ഒരു വിപ്ലവമാണ് ഇവിടെ നടക്കേണ്ടത്. അങ്ങനെ ഒരു വിപ്ലവത്തിന് നമ്മൾ ഓരോരുത്തരും കാരണഭൂതരാകട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പുതിയ തുടക്കത്തിന് ഭാവുങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
താങ്ക് യു ടെറി. അടുത്തതായി ജനസംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ആം ആദ്മി പാർട്ടിയുടെ ട്രഷറർ ശ്രീ മുസ്തഫ അവർകളെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ മഹാനായ അരവിന്ദ് കേജ്രിവാൾജി നമ്മുടെ സ്റ്റേജിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. തീർച്ചയായും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വരവാണ്. ഈ അവസരത്തിൽ ഒരു വലിയ പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല. ഞാൻ ആദ്യമായി മഴയെ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ അരവിന്ദ് കേജ്രിവാൾജിയെ കാത്തിരുന്ന മലയാളികളെ അവരുടെ സ്വപ്നത്തിൻ്റെ ദൈർഘ്യം കുറച്ചുകൊണ്ട് ആ സ്വപ്നം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി മുൻകൈയെടുത്ത 2020 സ്ഥാപകനും നേതാവുമായ സാബു എം ജേക്കബ് സാറിനെ ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായും അരവിന്ദ് കേജ്രിവാൾ നമ്മുടെ കേരളം സന്ദർശിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലായിരുന്നു. കാരണം പഞ്ചാബ് വിജയത്തിന് ശേഷം അദ്ദേഹം കേരളമടങ്ങുന്ന വിവിധ സംസ്ഥാനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഡൽഹിയിലും പഞ്ചാബിലും നേടിയിരിക്കുന്ന വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനങ്ങളും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഒരു നല്ല ഭരണം കൊണ്ടുവരുവാൻ വേണ്ടി ഫോക്കസ് ചെയ്ത് അതിനുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ തീർച്ചയായിട്ടും അരവിന്ദ് കേജ്രിവാൾജിയെ നമ്മൾ കേരളത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും ആ വരവിന് ദൈർഘ്യം കുറച്ച് എത്രയും പെട്ടെന്ന് 2020 സ്ഥാപകനായിട്ടുള്ള സാബു എം ജേക്കബ് ജി ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. 2020-യെക്കുറിച്ചോ ആം ആദ്മി പാർട്ടിയെക്കുറിച്ചോ ഈ സദസ്സിനോട് ഞാനൊന്നും തന്നെ പറയേണ്ടതില്ല. അതെല്ലാം അറിയാവുന്നവർ തന്നെയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ട് പോലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ഇന്നലെ അരവിന്ദ് കേജ്രിവാൾജി നമ്മുടെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രകൃതി പോലും ആനന്ദാശ്രുക്കൾ പൊയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ നോക്കൂ, റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ട് പോലും പ്രകൃതി പോലും നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ അർത്ഥം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച കൂട്ടായ്മ, ഈ നവരാഷ്ട്രീയം കേരളം ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ രാജ്യത്തെ ജനകോടികളുടെ ആശയും ആവേശവും പ്രതീക്ഷയുമാണ് കേജ്രിവാൾജി. തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിനോട് വലിയ സ്നേഹം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് നടന്ന മീറ്റിങ്ങിൽ നമ്മുടെ പ്രവർത്തകർക്കെല്ലാം അറിയാവുന്നതുപോലെ അദ്ദേഹവും നമ്മുടെ കേരളത്തോട് വളരെയധികം സ്നേഹവും ബഹുമാനവും കാണിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പ്രതീക്ഷകൾ നിലനിർത്താനും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നത്തിന് നമ്മുടെ സ്വപ്നവും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന് ശക്തി പകരാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ നവരാഷ്ട്രീയ കൂട്ടായ്മയിൽ 2020 പോലെയുള്ള പ്രസ്ഥാനങ്ങളും ഇനിയും ഇതൊരു തുടക്കമാണ്. 2020 ആം ആദ്മിയും ചേർന്നുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നതൊരു തുടക്കമാണ്. ഇനിയും ഈ നവരാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വർഗീയതക്കെതിരെയും
അക്രമത്തിനെതിരെയും അതുപോലെ അഴിമതിക്കെതിരെയും പടപൊരുതാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിനെ വെറുക്കുന്ന ഒരു ജനസമൂഹം, ജനകോടികൾ തീർച്ചയായും ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാവപ്പെട്ടവൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അല്പസ്വല്പം പ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും അരവിന്ദ് കെജ്രിവാൾജിയുടെ ആം ആദ്മി പാർട്ടിയും സാബു എം ജേക്കബ് സാറിൻ്റെ 2020യും വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പ്രവർത്തന രീതികളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ ലക്ഷ്യം പാവപ്പെട്ടവൻ്റെ ഉന്നമനമാണ്, ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ മോചനമാണ്, ഇവിടുത്തെ അഴിമതിയിൽ ആഴ്ന്നിർന്നിരിക്കുന്ന ഭരണത്തിൻ്റെ അന്ത്യമാണ്. തീർച്ചയായിട്ടും ഇത് സാധ്യമാക്കാൻ വേണ്ടി എൻ്റെ ഓരോ സഹോദരന്മാരും സഹോദരിമാരും പ്രതിജ്ഞയെടുക്കണം. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നമുക്കെല്ലാവർക്കും അറിയാം, 2020യുടെ പഞ്ചായത്ത് നേതൃത്വത്തിൽ 80% സ്ത്രീ പ്രാതിനിധ്യം 2020 ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കന്നി ഇലക്ഷനിൽ തന്നെ മത്സരിച്ച് ഐക്യനാട് പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച പ്രസിഡന്റ് ശ്രീമതി ദീന ജനസംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഐക്യനാട് പഞ്ചായത്തിൽ 2020ക്ക് പ്രതിപക്ഷം പോലും ഉണ്ടായിട്ടില്ല എന്നത് ഏറ്റവും അഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കുന്ന നിമിഷമാണ്. ഓവർ ടു യു ദീന. എത്രയും പ്രിയപ്പെട്ട 2020 ഭാരവാഹികളെ, ആം ആദ്മി ഭാരവാഹികളെ, ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കേരളമെമ്പാട് നിന്നും വന്നെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. കാലാവസ്ഥ പ്രതികൂലമാകുമോന്നായിരുന്നു ഇത്രയും നേരത്തെ ഭയം. ഇപ്പോൾ ഇച്ചിരി ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിലും മഴ ഈ ജനസമൂഹത്തെ പേടിച്ചു മാറി നിന്നു എന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇവിടെ ശ്രീക് സാറ് പറഞ്ഞ പോലെ, ഇവിടെ മുമ്പ് പറഞ്ഞ എല്ലാവരും പറഞ്ഞ പോലെ, കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായകമായ ദിവസമായി ഇന്ന് ചരിത്രത്തിൽ ഈ ദിവസം എഴുതപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അരവിന്ദ് കെജ്രിവാൾ എന്ന, നോക്കൂ, തികച്ചും ലാളിത്യം നിറഞ്ഞ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു ചൂൽ വിപ്ലവം നടത്തി ഡൽഹി എന്ന ഒരു സംസ്ഥാനത്തെ പിടിച്ചടക്കി ജനങ്ങളുടെ മനസ്സിലിടം നേടി ചുറ്റുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇന്ന് ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കേരള രാഷ്ട്രീയത്തിനൊരു മാറ്റം തന്നെയാണ്, ഒരു വാണിംഗ് തന്നെയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം 2020 എന്ന പ്രസ്ഥാനം എങ്ങനെയാണ് ഈ കിഴക്കമ്പലത്തെ ചെറിയ ഗ്രാമത്തിൽ ആവിർഭവിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുപക്ഷെ പതിറ്റാണ്ടുകളായിട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരെയും അടച്ചാക്ഷേപിക്കുകയല്ല, തീർച്ചയായിട്ടും അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല നേതാക്കന്മാരിൽ അവരുണ്ട്. പക്ഷേ കാലം കടന്നു പോകവേ ഒരുപക്ഷെ ഈ പൊതുജനം വിഡ്ഢിയാണ് എന്ന് നമ്മൾ പൊതുവായിട്ടങ്ങ് പറയാറുണ്ട്. അതുപോലെ പൊതുജനങ്ങൾ എന്ത് ചെയ്താലും അവർ സഹിച്ചുകൊള്ളും, അവരുടെ മേൽ എന്ത് കുതിര കയറിയാലും അടുത്ത ഇലക്ഷൻ അവർ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യും എന്ന ഒരു ധാർഷ്ട്യത്തിൽ നിന്നാവണം സമകാലിക രാഷ്ട്രീയം ഇന്ന് അഴിമതിയും കെടുകാര്യസ്ഥതയും വർഗീയ വിദ്വേഷവും ഒക്കെ ചീറ്റി തികച്ചും മലീമസമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്നാണ് ഈ കിഴക്കമ്പലം എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ സാബു എം ജേക്കബ് എന്ന ഒരു വലിയ മനുഷ്യൻ്റെ ചങ്കൂറ്റത്തിൽ നിന്ന് ഒരു ജനമുന്നേറ്റം ഉണ്ടായതും ഈ സമീപ പഞ്ചായത്തുകൾ അത് പിടിച്ചടക്കി ഇന്ന് ഇത്രയും വലിയ ഒരു ജനസമൂഹം ഇവിടെ എത്താൻ സാധിച്ചതും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഇതൊരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അസുലഭ അവസരമായി തന്നെ കാണണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ വേറെ വഴികളില്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾ എന്നും ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് മാറി മാറി വോട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വഴി തുറന്നു കിട്ടിയിരിക്കുന്ന ഒരു ദിവസമാണ്. തീർച്ചയായും ഒരുമിച്ച് നിന്നാൽ, ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ, ഇവിടെ പറഞ്ഞതുപോലെ അടുത്ത ഇലക്ഷനിൽ ശ്രീക് സാറ് പറഞ്ഞ പോലെ അടുത്ത ഇലക്ഷനിൽ കേരളത്തെ തീർച്ചയായും സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഒരു സമകാലിക കാലഘട്ടത്തിന് ഏറ്റവും പ്രസക്തം എന്ന് തോന്നുന്ന ഒരു വാക്യം ഞാനിവിടെ പറഞ്ഞോട്ടെ. ഒരിക്കൽ പറയുണ്ടായി,
ഈ നാട് നശിക്കാൻ പോകുന്നത് തെറ്റ് ചെയ്യുന്നവരെ കൊണ്ടല്ല, മറിച്ച് തെറ്റ് കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കുന്നവരെ കൊണ്ടാണ്. അഴിമതി ചെയ്യുന്നവരെ കൊണ്ടല്ല, കെടുകാര്യസ്ഥരായ ഉദ്യോഗസ്ഥരെ കൊണ്ടല്ല, വർഗീയ വിദ്വേഷം ചീറ്റുന്ന രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടല്ല, മറിച്ച് ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാതെ ഇരിക്കുന്ന സാധാരണ ജനങ്ങളെ നിഷ്ക്രിയമായ ഒരു സമൂഹത്തെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു അവസരമായിട്ട് കാണണം. എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ പ്രതിസന്ധികൾ ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം 2020 ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ ഒരു വർഷമായി 2020യും ശ്രീ സാബു എം ജേക്കബും കടന്നു പോകുന്ന പ്രതിസന്ധികളെ തീർച്ചയായും കണ്ടു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ വേട്ടപ്പട്ടികളെ പോലെ വേട്ടയാടും ഈ രാഷ്ട്രീയക്കാർ. കാരണം നിങ്ങൾ ഇല്ലാണ്ടാവേണ്ടത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായും പ്രതിസന്ധികൾ ഉണ്ടാകും. എന്നാൽ ഒത്തുചേർന്നാൽ ഈ സമൂഹം നമുക്കൊരു വലിയ പിന്തുണയായി നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി സാബു സാർ എപ്പോഴും പറയാറുള്ള പോലെ വൃദ്ധന്മാരും പട്ടിക്കുട്ടികളും മാത്രമുള്ളൊരു സമൂഹം ഉണ്ടാവാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. ഇന്നിവിടെ വന്നു ചേരാനിരിക്കുന്ന ശ്രീ സാബു സാറിനും ശ്രീ അരവിന്ദ് കെജ്രിവാൾ സാറിനും പിന്നെ ലോകമെമ്പാടും നിന്നും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ലോകത്തെവിടെയും ഇരുന്ന് എൻ്റെ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, കൗതുകത്തോടെ നോക്കുന്ന, ഇതിനെ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ആ ജനസമൂഹത്തിനും പ്രവാസികളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ദീപുവിനെയും ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നൊരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ദീന. അടുത്തതായി 2 വാക്ക് സംസാരിക്കാൻ ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശ്രീ MS വേണുഗോപാൽ. ബഹുമാന്യരായ 2020യുടെയും ആം ആദ്മിയുടെയും പ്രവർത്തകരെ, നിങ്ങൾ ആഗ്രഹിച്ച ആ സുദിനം, ആ നിമിഷം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞില്ലേ, ഹീ വിൽ കം, അതാ അദ്ദേഹം വന്നിരിക്കുന്നു. ഏതാനും നിമിഷത്തിനകം ഇവിടെ എത്തിച്ചേരുകയാണ്. ഈ സംഗമത്തിൽ നിങ്ങൾ ഓരോരുത്തരും എടുത്ത ത്യാഗം വളരെ വലുതാണ്. ഇതിന്റെ സംഘാടകർ നിങ്ങളോട് ആവശ്യപ്പെട്ടത് ഒരു ജനസംഗമമാണെങ്കിൽ നിങ്ങളൊരു ജനമഹാസമുദ്രം തന്നെ ഇവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ്. ഇതിന് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കും 2020 പ്രവർത്തകർക്കും അറിയില്ല. കാരണം നമുക്കൊരു വലിയ മാറ്റം കേരളത്തിൽ വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ ആ മാറ്റം നമ്മുടെ ഓരോ വീട്ടിലും നിന്ന് തുടങ്ങി എന്നുള്ളതാണ് ഈ ജനമഹാസമുദ്രം ഇവിടെ നമ്മളെ കാണിച്ചു തരുന്നത്. രാഷ്ട്രീയപരമായ ഒരു വലിയ മാറ്റം കേരളത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് നമ്മളേതാണ്ട് കുറച്ച് നാളുകളായി. പക്ഷെ അതിനൊരു പറ്റിയ കൂട്ടായ്മ നമുക്ക് വരാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ കെജ്രിവാൾജിയും സാബുജിയും ഇവിടെ ഒന്നിച്ച് കൈകോർക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗം പിറക്കുകയായി. അതിനുള്ള മഹാനിമിഷത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും അടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രതികൂലമായൊരു കാലാവസ്ഥ, അടുത്ത ഒരാഴ്ചത്തേക്ക് വൻപിച്ച മഴ എന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും പ്രകൃതി നമ്മൾക്ക് അല്പനേരത്തേക്ക് കഴിഞ്ഞു തന്നത് ഈ കേരളത്തിന് വേണ്ടി എന്തോ മഹാസംഭവം, 2 മഹാനുഭവന്മാർ ഇവിടെ നിന്ന് നമ്മൾക്ക് തരാൻ പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്. അതിന് നമ്മൾ ഈ പ്രകൃതിയോടും ഇതിന്റെ മുഴുവൻ ശക്തികളോടും നന്ദി പറയുന്നതിനോടൊപ്പം ഒരു വലിയ സത്യത്തിന്റെ, ഒരു വലിയ ശക്തിയുടെ പിൻബലം നമ്മളുടെ പിന്നിലുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്, നമ്മളോടൊപ്പമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ നിമിഷം ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും കേരളം ഒട്ടാകെ പറഞ്ഞു, കെജ്രിവാൾ വരും. യെസ്, പോരാ, കുറച്ചുകൂടെ ഉറക്കെ പറയണം. കെജ്രിവാൾ വരും, കെജ്രിവാൾ വരും. അദ്ദേഹം ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളം മാറിയിരിക്കും. ഇന്ന് രാവിലെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്കിനി ഒരു നിമിഷം പോലും താമസിക്കാൻ സമയമില്ല. ദേശീയ പാർട്ടി കേരളത്തിനെ ഉണർത്തുവാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേശീയ പാർട്ടി കേരളത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, രാഷ്ട്രം ഒന്നാമത്, ജനങ്ങൾ രണ്ടാമത്, പാർട്ടി മൂന്നാമത്,
നേതാവ് നാലാമതെന്നാണ്. ഈ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാവേണ്ടത്. ഇവിടെ നമ്മുടെ അടിമത്ത രാഷ്ട്രീയത്തിന് മാറ്റം വരണം. നമ്മുടെ അടിമത്ത രാഷ്ട്രീയം പറയുന്നത് എന്താണ്? നേതാവ് ഒന്നാമത്. ശ്രീ അരവിന്ദ് കെജ്രിവാൾ വിശേഷണങ്ങൾ തെല്ലും ആവശ്യമില്ലാതെ ഡൽഹിയുടെ ജനകീയനായ മുഖ്യമന്ത്രി, ഇന്ത്യക്കാകമാനം മാതൃകയായി വികസനത്തിന് വേറിട്ട വഴികൾ തുറന്ന ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ, ഏറെ അഭിമാനത്തോടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ മാതൃകാ വില്ലേജില് കേരളത്തിന്റെ മണ്ണിലേക്ക്, ഈ ജനസംഗമത്തിലേക്ക് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ അരവിന്ദ് കെജ്രിവാൾ. Shri Arvind Kejriwal, the national convener of Aam Aadmi Party, the popular chief minister of Delhi, who has no claim about opening the door to the development, the model of the whole of India. We warmly welcome you, sir, to the model village of God's own country, to the ground of Kerala, and to this gathering. ആം ആദ്മി പാർട്ടിയെ കേരളത്തിൽ നയിക്കുന്ന പാർട്ടിയുടെ ജനസമ്മതനായ സ്റ്റേറ്റ് കൺവീനർ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ ശ്രീ PC സിറിയക് സാറിനെ സ്നേഹത്തോടെ ജനസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആം ആദ്മി പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ചുമതലയുള്ള നേതാവ് ശ്രീ N രാജ, സുസ്വാഗതം ജനസംഗമത്തിലേക്ക്. അടുത്തതായി സ്വാഗതം പറയാനുള്ളത്, ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ജനസംഗമത്തിലേക്ക് ഈ പ്രതികൂല സാഹചര്യത്തിലും കാലാവസ്ഥയിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആം ആദ്മി പ്രവർത്തകർക്കും, 2020 പ്രവർത്തകർക്കും, മാധ്യമ സുഹൃത്തുക്കൾക്കും, സർവോപരി കിഴക്കമ്പലം നാട്ടിലെ ജനങ്ങൾക്കും സുസ്വാഗതം ജനസംഗമത്തിലേക്ക്. എത്രയും സ്നേഹം നിറഞ്ഞ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി ശ്രീ കേജ്രിവാൾജി, ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് കൺവീനർ ശ്രീ Siriyak sir, and Aam Aadmi Party Kerala in charge Mr. Raja, 2020 എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അനിത, പ്രിയപ്പെട്ട ആം ആദ്മി പ്രവർത്തകരെ, 2020 പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ജനസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അസുലഭ മുഹൂർത്തമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരു വ്യവസായിയായ ഞാൻ 10 വർഷം മുമ്പ് തുടങ്ങി വെച്ച 2020 എന്ന ചെറിയൊരു പ്രസ്ഥാനം ഒരു ഗ്രാമത്തെ എങ്ങനെ ഒരു ആധുനിക ഗ്രാമമായി മാറ്റിയെടുക്കാമെന്ന പദ്ധതിയുമായി തുടങ്ങി വെച്ച പ്രസ്ഥാനം ഇന്ന് ഡൽഹി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായി തീർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് 75 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മാറി മാറി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളെ ഭരിച്ചു. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പുതിയ പുതിയ വാഗ്ദാനങ്ങളുമായിട്ട് അവർ നമ്മളെ സമീപിക്കും. ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് വരി വരിയായിട്ട് നിന്ന് വോട്ട് ചെയ്ത് പലരെയും നമ്മൾ വിജയിപ്പിച്ച് സംസ്ഥാന നിയമസഭയിലേക്ക് അയച്ചു. ഇന്ന് നമുക്കറിയാം, ഈ ഇരിക്കുന്ന ആളുകൾ, നിങ്ങളും ഞാനും അടക്കം, ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ പട്ടിണിയാവുന്ന കുടുംബങ്ങളാണ്. ഇത്രയും കാലം മാറി മാറി ഭരിച്ചിട്ടും സാധാരണക്കാരൻ ഇന്ന് സാധാരണക്കാരനായിട്ട്, പാവപ്പെട്ടവൻ ഇന്ന് പാവപ്പെട്ടവനായിട്ട് തന്നെ ഇവിടെ ജീവിക്കുന്നു. അധികാരം കിട്ടിക്കഴിയുമ്പോൾ ജനങ്ങളെ മറന്ന് പ്രവർത്തിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പാവപ്പെട്ടവന്റെ രക്തം ഊറ്റിക്കുടിച്ച്
സുഖലോലുപരായിട്ട് ജീവിക്കുന്ന ഒരു പറ്റം രാഷ്ട്രീയക്കാരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടിയും 2020യും. ഒരുപാട് സമാനതകൾ ഉള്ള രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഇതിൻ്റെ രണ്ട് നേതാക്കന്മാരും രാഷ്ട്രീയക്കാരല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള സംഗതി. രണ്ടുപേരുടെയും ജീവിതമാർഗം രാഷ്ട്രീയമല്ല, രണ്ടുപേരുടെയും വരുമാനമാർഗം രാഷ്ട്രീയമല്ല. ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് മാത്രം രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ് ഈ രണ്ടാളുകളും. ഡൽഹി മുഖ്യമന്ത്രി ശ്രീ കേജ്രിവാൾജി അദ്ദേഹത്തിന്റെ സേവന രംഗത്ത് നിന്ന്, രാഷ്ട്രീയത്തിന്റെ അഴിമതി കൂമ്പാരത്തിൽ നിന്ന്, രാഷ്ട്രീയക്കാരുടെ അഴിമതി കണ്ട് മടുത്ത്, മനം മടുത്ത്, പാവപ്പെട്ട ജനങ്ങളുടെ വേദന കണ്ട് സിവിൽ സർവീസിൽ നിന്നും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ഇന്ന് അദ്ദേഹം ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവായി മാറിയിരിക്കുന്നു. 2020യുടെ കാര്യത്തിലും വ്യത്യസ്തമല്ല. വ്യവസായി ആയിട്ടുള്ള ഒരു പ്രദേശത്തെ ഒരു വ്യവസായി ആയിട്ടുള്ള ഞാന് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ വേദന കണ്ടുകൊണ്ട്, അവരുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയവരാണ്. രണ്ടുപേരുടെയും കൊടികളിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം, ശുദ്ധമായ വെള്ള ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ട് നീല ലെറ്ററുകളിൽ 2020യും ആം ആദ്മിയും എഴുതിയിരിക്കുന്നു. അത് തന്നെ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെയും എങ്ങനെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ദില്ലിയിൽ നടക്കുന്ന അത്ഭുതങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾക്കെല്ലാം സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നു. എന്നിട്ടും ആ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലോടുന്നു എന്നുള്ളതാണ് ആ ഭരണത്തിന്റെ ഏറ്റവും വലിയ വിജയം. നമുക്കറിയാം, കേരളത്തിലും ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു ദിവസം 5 കോടി രൂപ നഷ്ടത്തിലോടുന്ന ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പോലും, ഒരു ബസ് പോലും ലാഭത്തിൽ ഓടിക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റാണ് 65,000 കോടി രൂപ മുടക്കി കേരളയിലുമായിട്ട് കേരളത്തിലേക്ക് വരുന്നത്. ഇവിടെ കോടികൾ ചെലവാക്കി ഒരു മെട്രോ സർവീസ് ഉണ്ടാക്കി. 1 കോടി രൂപ നഷ്ടത്തിലാണ് മെട്രോ സർവീസ് ഓടുന്നത്. വെറും 22 കിലോമീറ്റർ മാത്രം ദൂരമുള്ള മെട്രോ സർവീസ് 1 കോടി രൂപ നഷ്ടത്തിലാണ് ഓടുന്നതെങ്കിൽ 523 കിലോമീറ്ററുള്ള കേരളയില് ഈ കേരളത്തിനെ ശ്രീലങ്കയല്ല, ഈ കേരളം ഒരു സംസ്ഥാനമില്ലാത്ത സാഹചര്യത്തിലേക്ക് നീക്കുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോ ഒരു ട്രാൻസ്പോർട്ട് ബസ് പോലും ലാഭത്തിൽ ഓടിക്കാൻ പറ്റാത്ത, ഒരു മെട്രോ സർവീസ് പോലും ലാഭത്തിൽ ഓടിക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് ഇപ്പോ കേരളയിൽ വികസനത്തിന്റെ പേരിൽ കേരളയിൽ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ നെഞ്ചിൽ കുറ്റിയടിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഡൽഹിയില് വിദ്യാഭ്യാസം സൗജന്യമാണ്. ഗവൺമെന്റ് സ്കൂളുകളില് സ്വകാര്യ സ്കൂളുകളിലേക്കാളും നല്ല വിദ്യാഭ്യാസം അവർക്ക് സൗജന്യമായി കൊടുക്കുന്നു. വെള്ളം ഫ്രീ ആണ്. വെള്ളം 20,000 ലിറ്ററത്തോളം വെള്ളം ഓരോ കുടുംബാംഗങ്ങളും പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അവിടെ ആ വാട്ടർ ഡിപ്പാർട്ട്മെന്റും ലാഭത്തിലാണ്. ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡും ലാഭത്തിലാണ്. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിലോടുന്നു, വാട്ടർ ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലോടുന്നു, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലോടുന്നു, മെട്രോ ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലോടുന്നു. കേരള സർക്കാർ അതിനേക്കാൾ വലിയ നഷ്ടത്തിലോടുന്നു. ഒരു ദിവസം 165 കോടി രൂപ കടമെടുത്താണ് ഇന്ന് ഓരോ ദിവസവും കേരള സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിവിദൂരമല്ല, കേരളം ശ്രീലങ്കയേക്കാൾ വളരെ മോശമായ സാഹചര്യത്തിലേക്ക് വരും. ഇന്ന് നമ്മുടെ കുട്ടികള്, ഒരു 10 വർഷം മുമ്പ് നമ്മുടെ കുട്ടികളെല്ലാം ഡിഗ്രി കഴിഞ്ഞിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിനാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മുടെ കുട്ടികള് അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു. അവിടുത്തെ ഉയർന്ന വിദ്യാഭ്യാസം കൊണ്ടല്ല, ഈ നാടിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഇവിടുത്തെ പുതുതലമുറ ചിന്തിച്ചു പോകുന്നതിൽ തെറ്റില്ല. ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ 10 കുടുംബങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 5 കുടുംബങ്ങളിലും അച്ഛനമ്മമാര് അനാഥരായിരിക്കുന്നു. അവരുടെ കുട്ടികള് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക്, അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തിരിക്കുന്നു. സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ മാറ്റിവെച്ച് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ പണയത്തിൽപ്പെടുത്തി സ്വന്തം കുട്ടികളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവരെ അന്യരാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും അയക്കുമ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വളർത്തി വലുതാക്കിയ കുട്ടികളെ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം പോലും മേടിച്ച് കുടിക്കാൻ സാധിക്കാതെ ഈ ലോകം വിട്ടു പോകേണ്ടി വന്ന മലയാളികളുടെ ഗതികേടാണ്. ഇന്ന് ഏതാണ്ട് 40 ലക്ഷം യുവാക്കൾ തൊഴിലില്ലാതെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് ജോലിക്കായി കാത്തിരിക്കുന്നു. അപ്പോ 40 വർഷക്കാലം മാറി മാറി ഭരിച്ച് കട്ടുമുടിച്ച് ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കിയതല്ലാതെ ഇവിടുത്തെ യുവാക്കൾക്കോ പാവപ്പെട്ട കുടുംബങ്ങൾക്കോ ഒന്നും നൽകാൻ പറ്റാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും അതിനൊരു വ്യത്യാസം വരണം. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് മാന്യമായ തൊഴിൽ ചെയ്ത് ഇവിടെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം അവർക്കൂടെ ഉണ്ടാക്കണം. ഒരച്ഛനമ്മമാരും കേരളത്തിൽ അനാഥരാവാൻ പാടില്ല. നമുക്കറിയാം, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ പീരീഡില് ഏതാണ്ട് 32 കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നതെങ്കിൽ കഴിഞ്ഞ 2ാമത് വരവില് 1 വർഷം കൊണ്ട് 12 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. കഴിഞ്ഞ 4 മാസത്തിനുള്ളില് 7 കൊലപാതകങ്ങൾ നമ്മുടെ ദീപുവിനെ അടക്കം കൊലപ്പെടുത്തിയിരിക്കുന്നു. കേരളം മലയാളിയുടെ നാട് കൊലയാളിയുടെ നാടായി മാറിയിരിക്കുന്നു. സാധാരണ മനുഷ്യർക്ക്, സ്ത്രീകൾക്ക് പകൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു. അപ്പോ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കണം, നമുക്കിതിനൊരു മാറ്റം വരണം. ദൈവത്തിന്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി, ഇന്ന് ഡെവിൾസ് ഓൺ കൺട്രി ആയി മാറിയിരിക്കുന്നു. ചെകുത്താന്റെ രാജ്യമായി മാറിയിരിക്കുന്നു. ഇതിന് മാറ്റം വരണം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ മക്കൾക്ക് ഇവിടെ തന്നെ നന്നായിട്ട് മാന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുത്ത് ഇവിടെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോ അവരുടെ സാമീപ്യം അവര് നമ്മളോടൊപ്പം ഉണ്ടാകണം. അങ്ങനെ നിങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരണം. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് മാറ്റം വരണം. നമുക്ക് ചിന്തിക്കണം. ആം ആദ്മി പാർട്ടിയും 2020 പാർട്ടിയും തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, ഇവിടുത്തെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന 2 പ്രസ്ഥാനങ്ങളാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് കേരള രാഷ്ട്രീയത്തില്. മാറ്റത്തിന്റെ ശബ്ദം ഇവിടെ ഇന്ന് തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട
നമ്മുടെ മുഖ്യമന്ത്രി കേജ്രിവാൾജിക്ക് ഈ കേരള മണ്ണിലേക്ക് സ്വാഗതം. ഇവിടെ നിന്നാകട്ടെ നമ്മുടെ തുടക്കം. അദ്ദേഹത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കേരളത്തിലെത്തിയ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈ കിഴക്കമ്പലത്തെ 2020 ഹൃദയം കൊണ്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇതൊരു ചരിത്ര നിമിഷമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, 2020 സംബന്ധിച്ചിടത്തോളം. 2020 വികസന പ്രവർത്തനങ്ങളുമായി ഒരു ദശാബ്ദം പിന്നിടുമ്പോൾ ഇന്ന് 2020യുടെ മണ്ണിൽ, കേരളത്തിൻ്റെ മണ്ണിൽ നമുക്കൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ഡൽഹിയുടെ ജനകീയ മുഖ്യമന്ത്രിയാണ്. ആം ആദ്മി പാർട്ടിയുടെ അമരക്കാരൻ ശ്രീ അരവിന്ദ് കെജ്രിവാൾജി ഈ ജനസംഗമത്തെ അഭിസംബോധന ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്ത രൂപം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം തർജിമ ചെയ്ത് തരുന്നതാണ്. This is a historic moment for Kerala. After a decade, the developmental activity by 2020, the People's Chief Minister of Delhi is here with us today. Shri Arvind Kejriwal is stalwart of Aam Aadmi Party. Sir, we cordially invite you to address the gathering. एक बार जोर से मुट्ठी बंद करके हाथ ऊपर करके पूरे दिल से बोलेंगे, भारत माता की, भारत माता की, इनकलाब, इनकलाब, वंदे वंदे। मंच पे बैठे हुए 2020 के सर्वे सर्वा साबू जी, आम आदमी पार्टी के केरला के कन्वीनर सिरियाक साहब, केरला के हमारे प्रभारी राजा जी, आरती जी, और केरला के कोने कोने से आए हुए इतनी बड़ी संख्या में सभी भाइयों बहनों, माताओं, बुजुर्गों, बच्चों, आई लव यू टू। आप सब लोगों को नमस्कारम। पंजाब से भी आए हुए हैं कुछ लोग। सबसे पहले मैं पूछना चाहता हूं, आप में से कितने लोगों को हिंदी समझ में आती है? मैं हिंदी में बोलूं? ट्रांसलेशन की जरूरत तो नहीं है? पक्का? जिन लोगों को हिंदी नहीं आती है वो अपने पड़ोसी से थोड़ा सा, पड़ोस में जो बैठा उससे बात कर ले। थैंक यू सो मच। मैं आज सोच रहा था, जब मैं यहाँ आया था मुझे बड़ा डर लग रहा था कि मेरे को मलयालम नहीं आती है, मैं कैसे बात करूँगा, इतने अच्छे लोग हैं। तो मैं हिंदी में बात करूँगा। जिन जिन दोस्तों को, भाइयों बहनों को हिंदी नहीं आती वो अपने पड़ोसी से जिसको आती है उससे थोड़ा सा समझ ले। केरला गॉड्स ओन कंट्री। भगवान केरला से बहुत प्यार करते हैं। भगवान ने सब कुछ दिया केरला को। इतना खूबसूरत केरला, इतना खूबसूरत केरला, इतना खूबसूरत, इतने खूबसूरत लोग, सच ब्यूटीफुल पीपल, इतने खूबसूरत लोग केरला को दिए।
भगवान का हमारे ऊपर भी बहुत आशीर्वाद है। खासकर मैं मानता हूं कि मेरे ऊपर भगवान का बहुत आशीर्वाद है। मेरी जिंदगी में कई सारे ऐसे इंसिडेंट्स हुए हैं जो मुझे लगता है किसी मैजिक से कम नहीं है, किसी जादू से कम नहीं है। एक एमएलए बनने के लिए कई लोगों को पूरी जिंदगी घिसना पड़ता है, पूरी जिंदगी मेहनत करनी पड़ती है एक एमएलए बनने के लिए। आज से 10 साल पहले आम आदमी पार्टी को कोई जानता नहीं था, अरविंद केजरीवाल को कोई नहीं जानता था। हमने एक पार्टी बनाई और 1 साल के अंदर दिल्ली के अंदर आम आदमी पार्टी की सरकार बन गई। मैजिक है कि नहीं है? लोग कहते हैं केजरीवाल ने किया, केजरीवाल ने नहीं किया, ऊपर वाले ने किया, ऊपर वाले ने किया, भगवान ने किया, ऊपर वाले का करिश्मा है। और फिर एक बार सरकार नहीं बनी, 3 बार दिल्ली के अंदर सरकार बन गई, 3 बार दिल्ली के अंदर सरकार, और फिर पंजाब के अंदर सरकार बन गई। अब केरला में बनानी है कि नहीं बनानी? किस किस को केरला में सरकार बनानी है, हाथ खड़े करें। उधर से लोग हाथ खड़े नहीं कर रहे। हम लोग सच्चाई के रास्ते पे चल रहे हैं, हम लोग ईमानदारी के रास्ते पे चल रहे हैं, हम लोग इंसानियत के रास्ते पे चल रहे हैं। इसलिए ऊपर वाला हमें साथ दे रहा है, इसलिए ऊपर वाले का हमारे को आशीर्वाद है। जैसा मैंने कहा, मेरी जिंदगी में कई ऐसे इंसिडेंट्स हुए, कई बार लगता है कि मैजिक हुआ। एक बार जब हम अन्ना हजारे जी के साथ भ्रष्टाचार का आंदोलन कर रहे थे, पहले अन्ना जी फास्ट पे बैठे, फिर मैंने 15 दिन का फास्टिंग किया, 15 दिन का अनशन किया, 15 डेज। मैं डायबिटीज का मरीज हूं, शुगर की बीमारी है, डेली इंसुलिन लेता हूं, 50 यूनिट्स ऑफ इंसुलिन। डायबिटीज का मरीज अगर 3 घंटे खाना ना खाए तो उसकी शुगर बहुत गिर जाती है और उसकी डेथ भी हो सकती है। तो जब मैंने 15 दिन का अनशन किया तो सारे डॉक्टर्स ने कहा कि यह जिंदा नहीं बचेगा, एक डायबिटीज का मरीज इतना लंबा फास्टिंग नहीं कर सकता, इसकी शुगर गिर जाएगी, ये मर जाएगा। पर मैं तो जिंदा खड़ा हूं आप लोगों के सामने। ये ऊपर वाले का आशीर्वाद है। आप में से कितने लोग भगवान पे यकीन रखते हैं? जरा हाथ कर। कौन कौन भगवान को मानता है? भगवान का आशीर्वाद है हमारे ऊपर। अभी दिल्ली में जब हमने चुनाव लड़े, हमारी नई नई पार्टी थी, पैसे भी नहीं थे हमारे पास, गरीब पार्टी थी, गरीब लोग थे, कैंडिडेट्स भी नहीं थे। दिल्ली में बड़े बड़े 4 टाइम एमएलए, 5 टाइम एमएलए, मिनिस्टर्स, शीला दीक्षित उस टाइम थी। और हमारे कैंडिडेट क्या थे? एक शालीमार बाग जैसे कंस्टिट्यूएंसी, वहां से एक हाउसवाइफ खड़ी हुई, उसने 4 टाइम एमएलए को हरा दिया। एक स्टूडेंट खड़ा हुआ अखिलेश त्रिपाठी मॉडल टाउन से, उसने 4 टाइम एमएलए को हरा दिया। अभी पंजाब में इलेक्शन हुए, चरणजीत सिंह चन्नी जो कि पंजाब के मुख्यमंत्री हैं, उनको पता किसने हराया? एक मोबाइल शॉप में काम करने वाले टेक्नीशियन ने। मोबाइल शॉप में काम करने वाले टेक्नीशियन ने पंजाब के मुख्यमंत्री को हरा दिया। ये ऊपर वाले का कमाल है कि नहीं है? ऊपर वाले का कमाल है। एक कंस्टिट्यूएंसी अमृतसर में
एक कंस्टिट्यूएंसी में नवजोत सिंह सिद्धू खड़े हुए, उधर अकाली दल से मजीठिया बहुत बड़े, बहुत पावरफुल पॉलिटिशियन है अकाली दल के, बादल साहब के साले साहब लगते हैं मजीठिया। उन दोनों को एक कंस्टिट्यूएंसी से एक हमारी छोटी सी कार्यकर्ता ने हरा दिया, एक लेडी है। जब आप सच्चाई के रास्ते पे चलते हो, जब आप ईमानदारी से काम करते हो, तो ऊपर वाला आपका साथ देता है। ये इस दुनिया की सारी ताकतें आपका साथ देती हैं। आज देश की राजनीति बहुत खराब हो गई है, बहुत ज्यादा खराब हो गई। इतना करप्शन, इतना लूट है कि नहीं है, गुंडागर्दी, चारों तरफ करप्शन ही करप्शन है। हमें राजनीति करनी नहीं आती। मुझे साबू साहब बहुत अच्छे लगे क्योंकि इनको भी राजनीति करनी नहीं आती। हमें ये गुंडागर्दी करनी नहीं आती, हमें ये करप्शन करना नहीं आता, भ्रष्टाचार करना नहीं आता हम लोगों को। हम पिछले 7 साल से मैं दिल्ली में सरकार चला रहा हूं। हम धर्म के हिसाब से सरकार चला रहे हैं, पुण्य के हिसाब से सरकार चला रहे हैं, भगवान द्वारा दिखाए हुए रास्ते के हिसाब से सरकार चला रहे हैं। हम लोग ईमानदारी से सरकार चला रहे हैं। सबसे पहले हमने दिल्ली में क्या किया? हमने करप्शन खत्म कर दिया दिल्ली में। पहले दिल्ली में अगर आपको कोई भी काम कराना होता था सरकार से, आपको राशन कार्ड बनवाना है, आपको बिजली का कनेक्शन लेना है, पानी का कनेक्शन लेना है, आपको कास्ट सर्टिफिकेट बनाना है, बर्थ सर्टिफिकेट, डेथ सर्टिफिकेट, हर चीज में रिश्वत देनी पड़ती थी। देनी पड़ती है यहां पे कि नहीं देनी पड़ती है? केरला में करप्शन है कि नहीं है? दिल्ली में सबसे पहले हमने आम आदमी के करप्शन को खत्म किया। अब दिल्ली में आपको सरकार से कोई भी काम कराने के लिए पैसे नहीं देने पड़ते, आपका काम घर आके सरकार करके जाती है। हमने कैसे किया? हमने एक टेलीफोन नंबर जारी कर दिया 1076। आप दिल्ली जाएं तो फोन करना उस नंबर पे। अगर आपको सरकार से कोई भी काम कराना है, आप उस नंबर पे कॉल करो, वहां से आवाज आएगी कि आपको सरकार से क्या काम कराना है। मान लीजिए आपको बिजली का कनेक्शन लेना है, आप बोलो मुझे बिजली का कनेक्शन लेना है। वो आपको बताएंगे कि बिजली का कनेक्शन लेने के लिए ये डॉक्यूमेंट्स चाहिए। फिर वो आपसे पूछेंगे कि आपको बिजली का कनेक्शन देने के लिए हम आपके घर कितने बजे आए। आपको गवर्नमेंट डिपार्टमेंट जाने की जरूरत नहीं है, आपको छुट्टी लेने की जरूरत नहीं है, आपको लाइन में लगने की जरूरत नहीं है, आपको दलालों के चक्कर काटने की जरूरत नहीं है, आपको किसी ऑफिसर को रिश्वत देने की जरूरत नहीं है। गवर्नमेंट आपके घर आके आपका काम करके जाती है, आपका कनेक्शन देके जाती है। केरला में होना चाहिए कि नहीं होना चाहिए? हमने बड़े लेवल पे भी करप्शन खत्म किया। पहले क्या होता था, 100 करोड़ का प्रोजेक्ट 1000 करोड़ का बनाते थे ऑफिसर्स, 1000 करोड़ का बनाते थे। ये सारा पैसा खा जाते थे, पॉलिटिशियन भी खा जाते थे, नेता भी खा जाते थे, ऑफिसर भी खा जाते थे। अब दिल्ली में ईमानदार सरकार आई, हमने एक एक प्रोजेक्ट में पैसा बचाना चालू किया। और पैसा बचा के क्या किया? दिल्ली में बिजली फ्री कर दी। दिल्ली में आज 24 घंटे बिजली आती है, पावर कट नहीं लगते। पहले जब हमारी सरकार बनी थी उसके पहले 8-8 घंटे के पावर कट लगते थे, पूरा बिजली नहीं आती थी, वोल्टेज फ्लक्चुएशन होते थे। और इतनी महंगी बिजली थी, 5,000 10,000 रुपए एक आदमी का बिल आता था बिजली का। 5 साल में हमने बिजली 24 घंटे कर दिया। दिल्ली में इन्वर्टर की दुकानें बंद हो गई हैं, जनरेटर की दुकानें बंद हो गई हैं। इन्वर्टर मिलता नहीं है वहां पे, इन्वर्टर बिकता ही नहीं है, जनरेटर बिकता ही नहीं है, इन्वर्टर की दुकानें बंद, जनरेटर 24 घंटे बिजली आती है।
और फ्री में बिजली आती है। फ्री बिजली चाहिए नहीं चाहिए केरला को? जिसको फ्री बिजली चाहिए दोनों हाथ खड़े करके बताइए। फ्री बिजली चाहिए? हो सकता है, हो सकता है। दिल्ली में करके दिखाया, यहां भी हो सकता है। एक ही शर्त है, ईमानदार सरकार चाहिए। दिल्ली में हमने, दिल्ली के 2 करोड़ लोग हैं। हर आदमी के लिए, हर औरत के लिए, हर बच्चे के लिए, चाहे इस धर्म का हो चाहे उस धर्म का हो, चाहे इस जाति का हो चाहे उस जाति का हो, चाहे अमीर हो चाहे गरीब हो, हर आदमी का सारा इलाज हमने मुफ्त कर दिया। आपको अगर बुखार है, आपके घर के पास हमने मोहल्ला क्लिनिक खोल, मोहल्ला क्लिनिक सुना आप लोगों ने? हमने आपके घर के पास मोहल्ला क्लिनिक खोल दिया। मोहल्ला क्लिनिक में जाइए, दवाई लेके आइए, दवाई फ्री, टेस्ट फ्री, डॉक्टर फ्री, सब फ्री। आपको कैंसर हो गया मान लीजिए, आपकी किडनी खराब हो गई, किडनी ट्रांसप्लांट कराना है, आपको कोई बड़ा ऑपरेशन कराना है, 30 लाख रुपए 40 लाख रुपए का भी अगर खर्चा आएगा, चिंता करने की जरूरत नहीं है, दिल्ली सरकार सारा पैसा देती है। हर आदमी का, हर दिल्ली के हर नागरिक का सारा इलाज, सबका इलाज सरकारी हॉस्पिटल में मुफ्त है। दोस्तों आप सोच के देखो, जिन जिन लोगों का, एक मैंने देखा है बहुत गरीब लोगों को, अगर गरीब के घर में तो छोड़ो, मिडिल क्लास के घर में भी अगर कोई बड़ी बीमारी हो जाए, भगवान ना करे किसी को बीमारी हो, हार्ट की बीमारी हो जाए, ब्रेन की बीमारी हो जाए, कैंसर हो जाए, आज प्राइवेट अस्पतालों में इतना महंगा हो गया इलाज की जमीन बिक जाती है, सारी सेविंग्स बिक जाती है, सारी ज्वेलरी बिक जाती है। होता है कि नहीं होता है? जिन लोगों का हमने इलाज कराया, डेली दिल्ली के अंदर इतने लोग अस्पतालों में इलाज कराने जाते हैं, कितनी दुआएं देते हैं वो लोग हमें, कितना आशीर्वाद देते हैं हमें। यही तो भगवान की सच्ची पूजा है कि नहीं है? यही तो भगवान की सच्ची पूजा है, यही तो धर्म है। 7 साल में मैंने कुछ नहीं कमाया, लोगों की दुआएं कमाई है, बहुत कमाई है लोगों को, बहुत दुआ देते हैं लोग, बहुत दुआ देते हैं लोग, और उन्हीं की वजह से आज पूरे देश के अंदर दिल्ली मॉडल की चर्चा हो रही है। पहले दिल्ली के सरकारी स्कूल बहुत खराब थे। 16 लाख बच्चे दिल्ली के सरकारी स्कूलों में पढ़ते हैं। इतने खराब स्कूल, दीवारें टूटी हुई थी, छत टूटी हुई थी, डेस्क नहीं थे, टीचर आते नहीं थे, बच्चे भी आते थे, घंटे में घर भाग जाते थे, टॉयलेट्स नहीं थे, पीने का पानी नहीं था, इतना बुरा हाल था। 16 लाख बच्चों का भविष्य पूरी तरह से खराब था। एक मजदूर का बच्चा, रिक्शे वाले का बच्चा, ये लोग भेजते हैं अपने बच्चों को सरकारी, उनका भविष्य यही था, मजदूर का बच्चा मजदूर बनेगा, रिक्शे वाले का बच्चा रिक्शे वाला बनेगा। 5 साल में आके हमने सरकारी स्कूलों को शानदार बना दिया। बहुत अच्छे स्कूल हो गए हैं सरकारी स्कूल। अगर मैं सरकारी स्कूलों की तारीफ करूंगा, आपको लगेगा कि अपने स्कूल की तारीफ कर रहा है। इस साल दिल्ली के सरकारी स्कूलों के रिजल्ट्स, दिल्ली के सरकारी स्कूलों के बोर्ड के एग्जाम के रिजल्ट्स 99.7% आए हैं। भारत के इतिहास में आज तक कभी नहीं हुआ। स्कूल इतने अच्छे हो गए हैं, इस साल 4 लाख बच्चों ने अपने नाम प्राइवेट स्कूलों से कटा के सरकारी स्कूल में कराए हैं। आप सोच के देखो, ये 16 लाख बच्चे और इन 16 लाख बच्चों के माँ बाप हमें कितनी दुआएं देते हैं। ये तो असली भगवान का काम है कि नहीं है? यही असली भगवान की पूजा है। और क्या होता है? दूसरों की सेवा करना। जब से हमारी सरकार बनी है, हम केवल और केवल धर्म के अनुरूप
पुण्य कमा रहे हैं, धर्म के अनुरूप काम कर रहे हैं। आज मैं ये देख रहा था, दिल्ली में आज अगर एक गरीब आदमी, मिनिमम वेजेस दिल्ली में 15,000 रुपए के करीब है, एक गरीब आदमी को जिसको मिनिमम वेज मिलते हैं 15,000 रुपए, वो बड़े आराम से गुजारा कर लेता है। उसके बच्चों की स्कूलिंग फ्री है, घर में सारा इलाज फ्री है, सरकार उसको मुफ्त राशन देती है, उसका ट्रांसपोर्ट फ्री है, महिलाओं का ट्रांसपोर्ट फ्री है, बिजली फ्री है, पानी फ्री है। और ये मुश्किल नहीं है, ये केवल इसलिए है क्योंकि दिल्ली के अंदर आज एक ईमानदार सरकार है। मेरी जिंदगी का तो एक ही मकसद है, मुझे लगता है हमारे देश के लोग बहुत अच्छे हैं। हमारे देश में इतने अच्छे लोग हैं, बाहर जाते हैं, विदेशों में जाते हैं, हम सुनते हैं जितनी मल्टीनेशनल कंपनीज उठा के देख लीजिए, टॉप के ऊपर आपको इंडियन बैठा हुआ मिलेगा कहीं ना कहीं। देश के अंदर इतनी अच्छी अच्छी स्टोरी सुनते हैं, कैसे लोग अपने स्पेयर टाइम में बच्चों को पढ़ा रहे हैं, कोई किसी की मदद कर रहा है, कोई कुछ कर रहा है, कोई कुछ कर रहा है। इन सारे 130 करोड़ लोगों को जोड़ के हमें अब एक अलायंस बनाना है। इस देश के अंदर 130 करोड़ लोगों का अलायंस बनाना है। हमें राजनीति करनी नहीं आती, हमें भ्रष्टाचार करना नहीं आता, हमें दंगे करने नहीं आते। अगर आपको राजनीति चाहिए, इनके पास चले जाओ। अगर आपको दंगे चाहिए, इनके पास चले जाओ। अगर आपको भ्रष्टाचार, करप्शन चाहिए, इनके पास चले जाओ। अगर आपको तरक्की चाहिए, स्कूल चाहिए, हॉस्पिटल चाहिए, तो आप हमारे पास आ जाओ। आज इतनी बेरोजगारी है, इतनी बेरोजगारी है चारों तरफ। दिल्ली में पिछले 5 साल में हमने 12 लाख बच्चों को नौकरियां दी हैं। 12 लाख बच्चों को, 1.2 मिलियन दी जा सकती है, पॉसिबल है। मैंने सुना अभी साबू जी बोल रहे थे, यहां पे 40 लाख बच्चे तो एम्प्लॉयमेंट एक्सचेंज में रजिस्टर्ड है, अनएम्प्लॉयमेंट है। ये दूसरी पार्टी वाले आपके बच्चों को कभी नौकरी नहीं देंगे, या आपके बच्चों को कभी शिक्षा नहीं देंगे। क्यों? इनको अपनी पार्टी में दंगे कराने के लिए, लफंगई कराने के लिए लोग चाहिए। ये दूसरी पार्टी वाले आपके बच्चों को कभी नहीं पढ़ाएंगे, कभी अच्छी नौकरी नहीं देंगे, क्योंकि इनको दंगे कराने हैं, लफंगई करानी है, गुंडागर्दी करनी है। हम लोग शरीफ लोग हैं, हमें गुंडागर्दी नहीं करनी है, हमें करनी भी नहीं आती, हमें करनी भी नहीं है। मैंने साबू साहब के बारे में काफी सुना था पहले। बहुत बड़े उद्योगपति हैं, बहुत सक्सेसफुल बिजनेसमैन हैं, बहुत बड़े इंडस्ट्रियलिस्ट हैं। इतने बड़े इंडस्ट्रियलिस्ट को एक पंचायत के अंदर आके काम कराने की क्या जरूरत थी? है कि नहीं है? है कि नहीं है? इतने बड़े इंडस्ट्रियलिस्ट को, आज हमारे देश में जितने इंडस्ट्रियलिस्ट हैं, कोई कहता है मैं नंबर 1 बन गया, कोई कहता है दुनिया का नंबर 5 में आ गया, कोई होड़ लगी हुई है, हवस लगी हुई है उन लोगों को। ये एक ऐसा शख्स है जो बिजनेसमैन होते हुए कहता है मैं पंचायत की सड़क बनवाऊंगा, वो कहता है मैं गरीबों को उनके घर दूंगा। आज मैं गया इनका काम देखने के लिए, अभी तक तो सुना था, मैं अभी वहीं से आ रहा हूं, इनका काम देख के आ रहा हूं। ये लोगों को सस्ता सामान देते हैं, महंगाई से बचाते हैं। उस पंचायत की इन्होंने सड़कें इतनी अच्छी कर दी, स्कूल अच्छा कर दिया। पहले उस पंचायत पे 36 लाख रुपए का घाटा था, आज उस पंचायत के 14 करोड़ रुपए बैंक में फिक्स डिपॉजिट में। कमाल है, कमाल है। इनको भी राजनीति करनी नहीं आती, ये भी धर्म का काम कर रहे हैं। ये जितना काम कर रहे हैं धर्म का काम कर रहे हैं, पुण्य का काम कर रहे हैं, ऊपर वाले का काम कर रहे हैं। ही इज डूइंग गॉड्स वर्क। कर रहे हैं कि नहीं कर रहे हैं? मैं बहुत इंप्रेस हुआ इनका काम देख के।
और जैसे मैंने कहा, हमारा तो मकसद है इस देश के सारे अच्छे लोगों को जोड़ना। तो मुझे आज बड़ी खुशी है कि आम आदमी पार्टी और 2020 पार्टी का केरला के अंदर गठबंधन होने जा रहा है। अब हम सब लोगों को मिलके केरला को बदलना है। पहले दिल्ली को बदला, फिर पंजाब के लोगों ने मौका दिया, अब केरला बदलना है कि नहीं बदलना? थैंक यू सो मच। ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ കൺവീനർ ശ്രീ അരവിന്ദ് കെജ്രിവാൾ സാറിനെയും 2020യുടെ പ്രസിഡന്റ് ശ്രീ സാബു എം ജേക്കബ് സാറിനെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഐ വെൽക്കം ബോത്ത് ഓഫ് യു ടു ദ സ്റ്റേജ്. हेलो, आज मैं समझता हूं कि केरला के लिए एक बहुत सुनहरी दिन है, बहुत इम्पोर्टेंट दिन है, जब आम आदमी पार्टी और 2020 पार्टी का अलायंस होने जा रहा है। ये अलायंस आम आदमी पार्टी और 2020 पार्टी का नहीं है, ये अलायंस केरला के 4 करोड़ लोगों का अलायंस है। हमें 4 करोड़ लोगों को के साथ मिलके एक नया केरला बनाना है। जैसे दिल्ली को बदला, पंजाब के लोगों ने मौका दिया, वैसे ही अब केरला को भी बदलना है। तो केरला में अब 4 पॉलिटिकल अलायंस होंगे, एलडीएफ, यूडीएफ, एनडीए, और हमारे अलायंस का नाम होगा पीपल्स वेलफेयर अलायंस। കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയൊരു അധ്യായം തുറന്നുകൊണ്ട് ജനക്ഷേമ സഖ്യം ഇന്നിവിടെ തുടങ്ങുകയാണ്, PWA. ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു, ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ കേരള മണ്ണിൽ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് PWAയുടെ ലക്ഷ്യം. ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഇതോടെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സംബന്ധിച്ചിടത്തോളം, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനപൂരിതമായ ചരിത്ര നിമിഷങ്ങൾക്കാണ് ഈ ജനസംഗമം സാക്ഷ്യം വഹിച്ചത്. കേരളത്തെ വികസനത്തിന്റെ വിഹായസിലേക്ക് നയിക്കാൻ എന്നും ജനക്ഷേമ സഖ്യം ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഈ ജനസംഗമത്തിന്റെ ഒരു സ്നേഹോപഹാരം ശ്രീ അരവിന്ദ് ജിക്ക് സമർപ്പിക്കുന്നതിനായി 2020 പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ സാബു എം ജേക്കബ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി, ഇന്ന് നമുക്കറിയാം, ഇന്നലെ വരെ ഉണ്ടായിരുന്ന
കാലാവസ്ഥ എന്താണെന്ന്. പ്രകൃതി പോലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഇന്ന് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഓരോ ജനങ്ങളെയും, ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരെയും 2020 പ്രവർത്തകരെയും മാധ്യമ സുഹൃത്തുക്കളെയും കിഴക്കമ്പലം നിവാസികളെയും എല്ലാവർക്കുമുള്ള നന്ദി ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ജനക്ഷേമ സഖ്യം, ജനക്ഷേമ സഖ്യം, 2020 AAP സഖ്യം, 2020 AAP സഖ്യം, 2020 സിന്ദാബാദ്, 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 2020 സിന്ദാബാദ്, 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 ആം ആദ്മി പാർട്ടി സിന്ദാബാദ്, 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 ആം ആദ്മി പാർട്ടി സിന്ദാബാദ്, 2020 സിന്ദാബാദ്, 2020 സിന്ദാബാദ്, ആം ആദ്മി പാർട്ടി സിന്ദാബാദ്, ആം ആദ്മി പാർട്ടി സിന്ദാബാദ്, ജനക്ഷേമ സഖ്യം സിന്ദാബാദ്, ജനക്ഷേമ സഖ്യം സിന്ദാബാദ്, 2020 AAP സഖ്യം സിന്ദാബാദ്, 2020 AAP സഖ്യം സിന്ദാബാദ്, 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 2020 സിന്ദാബാദ്, 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 2020 സിന്ദാബാദ്. ജനസംഗമത്തിന്റെ ഔപചാരിക ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചടങ്ങ് വിജയമാക്കാൻ സഹായിച്ച ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ദേശീയ ഗാനത്തിനായി എഴുന്നേറ്റ് നിൽക്കാൻ ഏവരോടും അഭ്യർത്ഥിക്കുന്നു.